എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ചക്ക എരിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയ ചക്ക പ്രഷർ കുക്കറിലോട്ട് മാറ്റുന്നുണ്ട്. അത് വേകാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. 2 പച്ചമുളകും കുറച്ച് ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് തേങ്ങയും പിന്നെ അരയാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പകുതി അരഞ്ഞ് കിട്ടുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വീണ്ടും ഒന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്ക ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ മാറ്റി വെച്ച അരപ്പ് ഇതിലോട്ട് ഒഴിക്കാം. അപ്പോൾ ചക്ക എരിശ്ശേരി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുകൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ വീത്തി അല്ലെങ്കിൽ കറിവേപ്പിലയും കടുകും കുറച്ച് ഉഴുന്നും തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചക്ക എരിശ്ശേരിയിലേക്ക് ഈ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം കുറഞ്ഞു പോകരുത്, കാരണം ഇത് ആറി വരുമ്പോൾ വീണ്ടും ഇത് വറ്റിപ്പോകും. അപ്പോൾ നമ്മൾ അടിപൊളി ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.